ഹായ്, നമസ്കാരം. ഇന്ന് നമ്മുടെ ക്രോഷ്യ ട്യൂട്ടോറിയലിൻ്റെ മൂന്നാമത്തെ ക്ലാസ്സാണ്. ഇതുവരെ നമ്മൾ ചെയിൻ പഠിച്ചു, സിംഗിൾ ക്രോഷ്യ പഠിച്ചു. ഇന്ന് നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ്യയാണ് പഠിക്കാൻ പോകുന്നത്. ഹാഫ് ഡബിൾ ക്രോഷ്യ എങ്ങനെയാണെന്ന് നോക്കാം. ഇത് ഞാനൊരു 4 സ്റ്റിച്ചിൻ്റെ ഞാൻ ഇച്ചിരി നീളത്തിൽ ചെയ്ത് വെച്ചതേ ഉള്ളൂ കാണാനായിട്ട്. നമ്മളിന്ന് ഹാഫ് ഡബിൾ ക്രോഷ്യ അല്ലാതെ കളർ എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്നും കൂടെ പഠിക്കാം. ആദ്യം നമ്മൾ ടേൺ ചെയ്യുന്നതിന് മുമ്പേ ഒരു ചെയിൻ 1 എടുക്കണമെന്ന് പറഞ്ഞു. നൂല് ഹുക്കിൻ്റെ മേളിൽ കൂടെ എടുത്ത് ചെയിൻ 1 ചെയ്യണം. ഇങ്ങനെ ഹുക്കിൻ്റെ മേളിൽ കൂടെ നൂലെടുക്കുന്നതിന് യാൺ ഓവർ എന്നാണ് പറയുന്നത്. നേരത്തെ ടൈറ്റായിട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യാൺ അണ്ടർ ആണ് ചെയ്തത്. യാൺ ഓവർ, യാൺ അണ്ടർ, യാൺ ഓവർ, പുൾ ത്രൂ. ഇതൊരു ചെയിൻ. എന്നിട്ട് ടേൺ ചെയ്യുക. ടേൺ ചെയ്തിട്ട് യാൺ ഓവർ, യാൺ ഓവർ, ലാസ്റ്റ് സ്റ്റിച്ചിലേക്ക്, സിംഗിൾ ക്രോഷ്യയുടെ ലാസ്റ്റ് സ്റ്റിച്ചിലേക്ക് ഇൻസേർട്ട് ചെയ്ത് വീണ്ടും ഒരു യാൺ ഓവർ ചെയ്ത് പുൾ ത്രൂ. ഇപ്പോൾ നമ്മളുടെ ഹുക്കിൽ 3 ലൂപ്പാണുള്ളത്. ഈ 3 ലൂപ്പിൽ കൂടെയും നൂല് ഇൻസേർട്ട് ചെയ്യണം. യാൺ ഓവർ, പുൾ ത്രൂ, 3 ലൂപ്പ്. യാൺ ഓവർ, ഇൻസേർട്ട് ഹുക്ക്, again yarn over, pull through, yarn over, pull through, 3 loop. ഇതാണ് ഹാഫ് ഡബിൾ ക്രോഷ്യ. നേരത്തെ നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്തപ്പം ഡയറക്റ്റ് ആയിട്ട് സ്റ്റിച്ചിലോട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുകയാണ് ചെയ്തത്. ഇപ്പോൾ നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുമ്പം യാൺ ഓവർ ചെയ്തതിന് ശേഷം മാത്രമേ നൂല് എടുക്കാവൂ. എടുത്തിട്ട് വീണ്ടും യാൺ ഓവർ ചെയ്ത് പുൾ ത്രൂ. ഇതാണ് ഹാഫ് ഡബിൾ ക്രോഷ്യ. ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ വീതി കിട്ടും. യാൺ ഓവർ, ഇൻസേർട്ട്, യാൺ ഓവർ, പുൾ ത്രൂ. yarn over, insert, yarn over, pull through. Yarn over, insert, pull through, yarn over, pull through. സിംഗിൾ ക്രോഷ്യ ചെയ്തപ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് യാൺ എടുത്ത് ഈ 2 ലൂപ്പേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിലേക്ക് കൂടെ വലിച്ച് രണ്ട് ലൂപ്പിൽ കൂടെയും പുറത്തെടുക്കുകയായിരുന്നു ചെയ്യുന്നത്. ഇപ്പം ഇതിനകത്ത് വ്യത്യാസം വരുന്നത്, ആദ്യം യാൺ ഓവർ ചെയ്തിട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് ബാക്കി പഴയതുപോലെ തന്നെ 3 ലൂപ്പ് ഉണ്ടായിരിക്കും. 3 ലൂപ്പിൽ കൂടെയും യാണ് പുറത്തെടുക്കുക. യാൺ ഓവർ, ഇൻസേർട്ട് ഹുക്ക്, യാൺ ഓവർ, പുൾ ത്രൂ. യാൺ ഓവർ, ഇപ്പോൾ നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തു.
ഇത് 2 സിംഗിൾ ക്രോഷേ, ഇത് ഹാഫ് ഡബിൾ ക്രോഷേ. ഇനി വീണ്ടും ചെയ്യാനായിട്ട് ചെയിൻ 1 എടുത്ത് നേരത്തെ ചെയ്ത കണക്ക് ടേൺ ചെയ്ത് വീണ്ടും ലാസ്റ്റ് സ്റ്റിച്ചിലേക്ക്, ചെയിനിലല്ലാതെ ലാസ്റ്റ് സ്റ്റിച്ചിലാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. യാൺ ഓവർ, ഇൻസേർട്ട്, പുൾ ത്രൂ, യാൺ ഓവർ, പുൾ ത്രൂ, ഇൻസേർട്ട്, യാൺ ഓവർ, യാൺ ഓവർ, പുൾ ത്രൂ. ഇന്ന് അടുത്ത് നമ്മുടെ ലാസ്റ്റ് സ്റ്റിച്ച് വരികയാണ്. ആ റോ ഞാൻ കംപ്ലീറ്റ് ചെയ്യുകയായിരുന്നു. യാൺ ഓവർ, പുൾ ത്രൂ, യാൺ ഓവർ, പുൾ ത്രൂ. ഇപ്പം നമുക്ക് കളറ് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ സ്റ്റിച്ച് അങ്ങ് വിടണം. വിട്ടിട്ട് കളർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് സ്റ്റിച്ചിൽ നമുക്ക് 3 ലൂപ്പ് ഇങ്ങനെ വരുമല്ലോ. അങ്ങനെ വരുന്ന സമയത്ത് അവിടെ നിർത്തിയിട്ട് നമ്മൾ വേറെ നൂലെടുക്കുക. നൂല് കുറച്ച് നീട്ടി വെച്ചിട്ട് ഇങ്ങനെ ഈ 3 ലൂപ്പിൽ കൂടെയും ആദ്യം ഇൻസേർട്ട് ചെയ്യണം. ഈ 3 ലൂപ്പ് ഉള്ളപ്പോൾ നമ്മൾ പുതിയ നൂല് ഇതിനകത്ത് ഇൻസേർട്ട് ചെയ്തു. ഇൻസേർട്ട് ചെയ്തിട്ട് ഈ ബാക്കി വരുന്ന ബാക്കിലെ നൂല് നമുക്ക് ഇങ്ങനെ വെച്ചുകൊണ്ട് ഇതിൻ്റെ പുറത്തൂടെ ചെയ്താൽ ഇത് നമുക്ക് പുറത്ത് കാണത്തില്ല. നമ്മൾ ചെയിൻ 1 ചെയ്തു, ടേൺ ചെയ്ത് സിംഗിൾ ക്രോഷേ ഈ നൂല് ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഹാഫ് ഡബിൾ ക്രോഷയുടെ ലാസ്റ്റ് സ്റ്റിച്ച് എടുത്ത് യാൺ ഓവർ, പുൾ ത്രൂ, 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 യാൺ ഓവർ, പുൾ ത്രൂ. യാൺ ഓവർ, പുൾ ത്രൂ, യാൺ ഓവർ, പുൾ ത്രൂ. ഇപ്പോൾ നമ്മൾ ആ റോ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിങ്ങനെയായിരിക്കുക കളർ ചേഞ്ച് ചെയ്യുമ്പോൾ. ഇപ്പോൾ കളർ ചേഞ്ച് ചെയ്തതിൻ്റെ ബാക്കി നമ്മൾ ഈ കളർ തന്നെയാണ് വീണ്ടും ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതിൻ്റെ 2 റോ ചെയ്യുക. ചെയിൻ 1, സെക്കൻഡ് റോ കഴിയുമ്പോൾ 2 കളറും സെയിം സൈഡിലെത്തും. ഇനി നമ്മൾ നൂല് ചേഞ്ച് ചെയ്യുമ്പം ഈ 3 ലൂപ്പ് ഹുക്കിലുണ്ടായിരിക്കും. വീണ്ടും മറ്റേ
കളർ ചേഞ്ച് ചെയ്ത് അതെടുത്ത് ഒരു ചെയിൻ ചെയ്യുക. എന്നിട്ട് തിരിക്കുക. yarn over, insert, yarn over, pull through. വീണ്ടും നമ്മൾ ഈ നീല കളർ തന്നെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ രണ്ട് റോ ക്രീം കളറിൻ്റെ 2 റോ ചെയ്യുമ്പോൾ നമ്മൾ തിരിച്ചിവിടെ എത്തും. അപ്പം വീണ്ടും ഈ നൂലെടുത്ത് 3 ലൂപ്പ് വരുന്ന 3 ലൂപ്പ് കൂടെ എടുക്കണം. അപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുക. ഇതിങ്ങനെ ഷേപ്പ് മാറിയിരിക്കുന്ന കാണാം. കാരണം ഇത് വിട്ട് ചെറുതാണ്. ഇത് സിംഗിൾ ക്രോഷയാണ്. 2 സിംഗിൾ ക്രോഷേ, 2 ഹാഫ് ഡബിൾ ക്രോഷേ, ഇത് കളർ ചേഞ്ച് ചെയ്ത ഹാഫ് ഡബിൾ ക്രോഷേ. ഇങ്ങനെ ആയിരിക്കുന്നത്. അതിൻ്റെ വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റും. ഇന്നത്തെ ക്ലാസ് ഇതാണ്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡബിൾ ക്രോഷേ പഠിക്കാം.